ഞാനോ അളിയൻ എന്താ പറയാനുള്ളത് ഇവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പൊ ഒറ്റ വാക്കിൽ ഇവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? അന്ന് സംഭവം പ്ലാൻഡ് ആയിരുന്നു. പ്ലാൻഡ് അല്ലായിരുന്നു. അളിയന്റെ മനസ്സിൽ ഭൂമി പിളർന്ന് രണ്ടാകണായി കൂടെ പോയാ മതി. ഇതാണ് കൊണ്ടുപോയി വധിച്ചത്. കൊറേ പേര് കമന്റ് ഇട്ടിരിക്കുക അളിയന്റെ ചിരി കാണാൻ എന്ത് നല്ല ഭംഗിയാണ്. സത്യം ഞാൻ ഇപ്പോഴും പറയാൻ പോയത് എല്ലാരും കൂടെ തമ്മിലൊരു സിങ്ക് അങ്ങനെ അളിയനും അളിയന്മാരും കറക്റ്റ് വെഡിങ് ഡേറ്റ് എന്നായിരുന്നു നിങ്ങളുടെ? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. ചേച്ചിയുടെ ബർത്ത്ഡേ ഡേറ്റും കൂടെ. ബർത്ത്ഡേ നിനക്ക് പ്രാന്താളെ വേടാ പന്നി. ചേട്ടന്റെ ബർത്ത്ഡേ എന്നാ? ജൂലൈ 10. ഞാൻ ജനിച്ചിട്ടില്ല. പെണ്ണ് കാണാൻ വന്ന ഒരു ദിവസമില്ലേ, അത് ഓർമ്മയില്ലേ? ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എടാ സപ്പോർട്ട് ചെയ്യടാ. വേറെന്തൊക്കെ ടാലന്റ് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളത്? ഞങ്ങളാണേലും എവിടെയെങ്കിലും ചെല്ലുമ്പോ എവിന്റെയും കെവിന്റെയും ആണ് അവിടുത്തെ ആണെന്ന് പറയുമ്പോ തന്നെ അയ്യോ അവരുടെ ആണോ എന്ന് പറഞ്ഞ ഈ വർഷത്തെ ക്രിസ്മസിന് എന്താണ് പ്ലാൻ ചെയ്തേക്കുന്നത്? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് മുന്നത്തെ ഇന്റർവ്യൂലൊക്കെ ഇവർ രണ്ടുപേരും പറഞ്ഞ കുറച്ച് കഥകളുണ്ട്. അതൊക്കെ സത്യമാണോ നമുക്കറിയണം. അതെ, അതുകൊണ്ട് ആ ഫാമിലിയുടെ എല്ലാവരും ചുറ്റുവരുത്തിയിട്ട് എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ ഇനി തുടങ്ങാൻ പോകുന്നത്. അപ്പൊ തുടങ്ങാല്ലേ? ഓക്കെ, റെഡിയല്ലേ? നമസ്കാരം. അപ്പച്ചന്റെ മുഖത്ത് എന്തൊക്കെയോ പറയാൻ ഇങ്ങനെ വിതുമ്പി നിൽക്കുന്നുണ്ട്. അതാണ് കുഴപ്പം, പറഞ്ഞു പോയ പ്രശ്നമാണ്. അപ്പൊ ഒറ്റ വാക്കിൽ ഇവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതാണ് പറഞ്ഞത്, പോസിറ്റീവ് അല്ല കേട്ടോ, കുറച്ച് ഇത് കൂടെ ഒക്കെ പറഞ്ഞത്. അതെ, മമ്മിയോട് തോന്നുന്നുണ്ട്. അതല്ല, മറ്റേത് ഇനി എല്ലാരും പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങ് പോയാലോ, അവിടെ നിന്ന് തന്നെ തുടങ്ങാം. അച്ഛന്റെ ഒറ്റ വാക്കിലൊരു ഇത് പറഞ്ഞു. അളിയനാണ് പറയുന്നത്. ഞങ്ങൾ അളിയനെ കാണാൻ മെയിൻ ആയിട്ട് വന്നേക്കണം. കൊണ്ടുപോയി വധിച്ചത്. അന്ന് സംഭവം പ്ലാൻഡ് ആയിരുന്നു. ഇവര് പ്ലാൻഡ് ആയിരുന്നു, പക്ഷെ ഞാൻ പ്ലാൻഡ് അല്ലായിരുന്നു. ശരിക്കും അളിയന്റെ മനസ്സിൽ ഭൂമി പിളർന്ന് രണ്ടാകണായി കൂടെ പോയാ മതി. ഇതാണ് അല്ലളിയ അന്ന് അപ്പൊ വേട്ടാവളിയിരുന്നൊക്കെ വിളിച്ചത്. അല്ല, ആ സ്കിറ്റിൽ അങ്ങനെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ സംഭവിച്ചേ? നാട്ടിൽ വന്നപ്പോ വന്നിട്ട് അറിയാവുന്നവരുടെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല, പക്ഷെ പരിചയം ഇല്ലാത്തവരാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്. എന്താണത്? അങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഒരു 2 പ്രാവശ്യം കൂടി അങ്ങോട്ട് വേട്ടവളിയനല്ലേ ചോദിക്കുന്നത്? പാവം. ശരിക്കും അളിയന്റെ പേരെന്താ? എന്തായിരുന്നു എന്റെ പേര്? എന്താ പേര്? ജോമി. ഓക്കെ. നേരത്തെ നിങ്ങളുടെ ഏതൊരു ഇന്റർവ്യൂവിന്റെ റീൽ എന്തോ ആണെന്ന് തോന്നുന്നു. അതിന്റെ താഴെ കുറെ പേര് കമന്റ് ഇട്ടിരിക്കുക അളിയന്റെ ചിരി കാണാൻ എന്ത് ഭംഗിയാണ്. സത്യം ഞാൻ ഇപ്പോഴും പറയാൻ പോയത് നല്ല ഭംഗിയില്ല. നിങ്ങൾക്ക് അളിയന്റെ ഭംഗിനെ കുറിച്ച് പറഞ്ഞെന്തെങ്കിലും ഡയലോഗുകൾ പറയാറുന്നില്ലേ? അതല്ല അളിയ പറയണ്ട, ഒന്നും പറയണ്ട, കേട്ടോടത്തോളം മതിയായി കെട്ടിച്ചു കൊടുത്ത. ശരി, അച്ഛൻ ഒറ്റ വാക്കിൽ പറഞ്ഞല്ലോ. അളിയൻ എന്താ പറയാനുള്ളത് ഇവരെ കുറിച്ച്? എന്താ പറയാനുള്ളത്? വാക്കില് ശരി, ഒന്ന് 2-3 വാക്കാക്കിക്കോ. നല്ല പണി കൊടുക്കണമല്ലോ. 2 വേട്ടാളിയന്മാരാണ് എന്റെ അളിയന്മാരായിട്ട്. ഇല്ല, ഭയങ്കര സ്നേഹമാണ്. ശരിക്കും റിയൽ ലൈഫ് എങ്ങനെയാ? നിങ്ങൾ എല്ലാരും കൂടെ തമ്മിലൊരു സിങ്ക് എങ്ങനെയാ? അളിയനും അളിയന്മാരും മിങ്കിൾ ചെയ്യാറില്ല ആണോ? എന്തെങ്കിലും ചോദിക്കാം. എല്ലാരും
പേരത് പറയുന്നുണ്ടല്ലോ ഇവിടെ, ഒരാൾ കുറച്ച് സൈലന്റ് ആണ്. ഒരാൾ സൈലന്റ് ആണെന്ന്. അത് ആ ഒന്നും അറിയാതെ തലയാട്ടിക്കൊണ്ടിരിക്കും. മെയിൻ ആയിട്ട് ഞാൻ മമ്മീനോട് ചോദിക്കാനുള്ളത്, ആ മമ്മി പറയൂ, അതെ എന്താണ് ഇവരെ കുറിച്ച് പറയാനുള്ളത്? ഒരു 5 കർത്താവുകൾ. നല്ല പിള്ളേരാണ്. ഓ ഓ ദേ അവഞ്ഞ് മലന്ന് പറക്കുന്നുണ്ടോന്നാണോ? ശരിക്ക് അമ്മയോട് ചോദിക്കാൻ ഞങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഞങ്ങളുടെ ജാങ്കോ സ്പീസിന്റെ മാത്രം ക്വസ്റ്റ്യൻ. ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂല് എന്താ പറഞ്ഞേ, ഇതൊരു വണ്ടിയാണെങ്കിൽ ഈ വീട് അയ്യോ അത് പറയാം. ഈ കുടുംബത്തെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചപ്പോ ഇന്റർവ്യൂല് ഒരു പറഞ്ഞാണ് ഇതൊരു വണ്ടിയാണ്, ഞാൻ ഇവൻ മമ്മി ഇവരൊക്കെ ഓരോ ടയറാണ്. അപ്പൊ ആരാ പറഞ്ഞത്? വണ്ടി ഓടിക്കുന്ന ആരാന്നറിയോ? അമ്മയാണ് വണ്ടി ഓടിക്കുന്നത്, ചേച്ചിയും ഇവന്മാരും വീലുകളാണ്, ഓരോ വീലുകളാണ്. അപ്പൻ സ്റ്റെപ്പിനിയാണ്. ആണോ? അതിവിടെ വന്നപ്പോ തന്നെ മനസ്സിലായില്ലേ, അപ്പൻ ഒരിടത്ത് മാറി ഒരിടത്ത് ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ്. പക്ഷെ അപ്പം മാറിയിരുന്നാലും ഇത് ഭംഗി മുഴുവൻ അപ്പന്റെ വീട് ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ഒന്നും പറയാനില്ല. അറ്റേപ്പോൾ സ്റ്റെപ്പിനിക്ക് വേറെ പണിയില്ലല്ലോ. എന്റെ അടുത്ത് പക്ഷെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാ? സ്റ്റെപ്പിനിയാണ്. അതെ, ഒന്ന് വീണ് പോയ ആ സ്റ്റെപ്പിനേ ഉള്ളൂ. ഒഴിച്ചുകൂടാൻ മേലാത്ത സാധനം അറിയോ ഈ സ്റ്റെപ്പിനി എന്ന് പറയുന്നത്? എന്തോ ഒന്നളിയാൻ പറഞ്ഞു. അല്ലാതെ മനോരമ കൊണ്ടിരുത്തിയേ അപ്പന്റെ തലയിൽ ടണ്ട് ചുട്ടോ, ആ പാടി ഇതുവരെ പോയിട്ടില്ല. തലയില് പാടിന്റെ കാര്യം അല്ല. എന്നോട് ചേച്ചി പറയായിരുന്നു ഇവിടെ കർട്ടൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഡോറിന്റെ അവിടെ, അപ്പം ഈ തടിയുടെ വെള്ളം വീഴാതിരിക്കാൻ അല്ലേ? ഞങ്ങളിപ്പോ ഇങ്ങനെ പൊക്കത്തിലായതുകൊണ്ടേ വെയിലടിക്കുമ്പോ അത് നരക്ക് മരം ഉണ്ടായിരുന്നു, അത് വെട്ടി കളഞ്ഞുകൊണ്ടാണ് കർട്ടൻ ഇട്ടിരിക്കുന്നത്. അങ്ങനെ പോലും ആ ഡോറിൽ ഒരു പാട് വീഴാതിരിക്കാൻ അച്ഛൻ അത്ര ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അവിടെ ഇരിക്കുന്ന ആ ചെടിയുടെ മേളുവശം ഉണ്ടല്ലോ, ഞങ്ങള് ഭീഷണിപ്പെടുത്തുന്ന അത് വെച്ചിട്ടാ അതിന്റെ മണ്ടപ്പിച്ചു. അപ്പോഴേ അപ്പനോട് പിച്ചിയ അടി ഉറപ്പാ, പോയി ഔത്തിന്റെ മകളിലാ പിടിച്ചത്. അയ്യോ ഞങ്ങൾ ഇരുന്നപ്പോ തൊട്ട് പ്രാഗമാണെന്ന് തോന്നുന്നു. തൊട്ടിട്ടില്ല. ഞാൻ തൊടുമ്പൊക്കെ എനിക്ക് എവിടെ ചൊറിയുന്നു. അപ്പൻ എവിടെ ഇരുന്ന് പ്രാഗമാണെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ നമ്മുടെ ക്രിസ്മസ് വരെയാണ്, നമുക്ക് ക്രിസ്മസ് വിശേഷം അറിയണ്ടേ? എന്താണ് ഇവിടുത്തെ ക്രിസ്മസ് പ്രോഗ്രാമിലൊക്കെ? ഓണാഘോഷത്തെ പറ്റിയൊക്കെ അന്ന് നമ്മുടെ ഓണം ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരോടും ഗംഭീരമാക്കും എന്നൊക്കെ. ഇനി നമുക്ക് ക്രിസ്മസിനെ പറ്റി അറിയാം. എപ്പോഴായിരുന്നു പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ വൈൻ ഉണ്ടാക്കിയിരുന്നു, ഇവിടെ വലിയൊരു ഭരണി ഇരിപ്പുണ്ട്. അവിടെ താഴെ എപ്പോഴാ വൈനിടാൻ തുടങ്ങുന്നത്? ഒക്ടോബറൊക്കെ ആകുമ്പോ വൈനിടാൻ തുടങ്ങും. അത് കുറച്ചെടുത്ത് കുറച്ച് പേർക്ക് കൊടുക്കും. കൊള്ളാല്ലേ? അടിപൊളി. അവൻ വൈനൊന്നും കേട്ടിട്ടേ ഇല്ല. വീട്ടിലിടക്കുന്ന ഒന്നും അറിയുന്നില്ലേ? വൈനുണ്ടാക്കുമെന്ന് അറിയാം, ആൾക്കാർക്ക് കൊടുക്കുമെന്ന് അറിയാം. അതൊക്കെ ഇവിടെ പ്രശ്നമാവേ, നീ ആരോട് വെച്ചിട്ടാ കൊടുത്തതെന്നൊക്കെ. അതെ, ഇവിടെ കസിൻസ് എല്ലാരും വരാറുണ്ടോ അവിടെ? ഇവിടെ എല്ലാരും ഇവര് വളർന്നപ്പോ വരവ് നിർത്തി. എല്ലാവരും പോയി. വീട് നിറച്ചും ആൾക്കാരാണ്, മക്കള്, കൊച്ചുമക്കള്, അവരുടെ മക്കള്, പേരുണ്ട്. അപ്പച്ചൻ മൊത്തം 8 മക്കളല്ല. അതിപ്പോ എന്താ ഉദ്ദേശിച്ചത്? എനിക്കും പിടിയിട്ടില്ല. 8 മക്കളുണ്ടായിരുന്നു. അപ്പച്ചൻ ഉദ്ദേശിക്കുന്ന അച്ഛൻ്റെ അച്ഛൻ. അപ്പച്ചന് അച്ഛൻ്റെ അച്ഛൻ. അച്ഛൻ്റെ അച്ഛന് എനിക്കോ ഇല്ല. ഓക്കെ, അച്ഛന് 8 മക്കളുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത്രയും പേര് ഇവിടെ ഉണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ. മക്കളുണ്ട്, അതായത് എന്റെയൊക്കെ ജനറേഷൻ, അത് കഴിഞ്ഞ് അതിന്റെ ഉണ്ട്, അതിന്റെ ഇപ്പൊ ആയിട്ടുണ്ട്. അതായത് അപ്പന്റെ ചേച്ചിയും ചേട്ടന്മാരും അതൊക്കെ കൂട്ടി 8 മക്കളെന്ന് പറഞ്ഞു. ഓ അങ്ങനെ. ഓക്കെ. നിങ്ങളുടെ ഒരു ക്രിസ്മസ് ദിവസം എങ്ങനെയാ? ഒരു ഡേ കംപ്ലീറ്റ്, രാവിലെ പള്ളിയിൽ പോകുന്ന അങ്ങനെ ഒരു എൻ്റെ ഒരു ഡേ എങ്ങനെയാ? പറഞ്ഞു 5 മണിക്ക് പോകും. അമ്മയ്ക്കോളൂ പള്ളി പോവും. എന്തൊക്കെയാ സ്പെഷ്യൽ ഫുഡ്? ബിരിയാണി. എല്ലാ ക്രിസ്മസിനും ബിരിയാണിയാ? രാവിലെ ഒന്നെങ്കിൽ അപ്പവും മുട്ടക്കറിയും ആയിരിക്കും. നല്ല ചൂട് പാലും ഭയങ്കര മുരുവരാതിരിക്കും. ഓ അടിപൊളി. അത് തൊട്ടാൽ മുഴുവരാതിരിക്കും.
അല്ല പാലപ്പം പാലപ്പത്തിന്റെ നടുക്ക് അത്രയും സോഫ്റ്റ് ആണെന്ന് പറയുന്നത്. മറ്റേ തോടാണ് നല്ല കട്ടിയാക്കും. കട്ടിയായിരിക്കും. തോട് അപ്പത്തിന്റെ തോടാണെങ്കിൽ നല്ല കട്ടിയായിട്ടിരിക്കും. മനസ്സിലായി മനസ്സിലായി. അതെ, പക്ഷെ ഇതിന്റെ ഒരു ട്രയലോട് ഉണ്ടാക്കി വെക്കായിരുന്നു ഞങ്ങൾ വന്നപ്പോ. ആ അതെ. ആ ആ മമ്മിക്ക് സമയം കിട്ടിയില്ല. മമ്മി സമയം കിട്ടിയിരുന്നെങ്കിൽ മമ്മി ഇതൊക്കെ ചെയ്തേ. ക്രിസ്മസിന് നമുക്ക് വരാം ഇതിന്റെ ബാക്കിയായിട്ട്. ഞങ്ങളെ വിളിച്ച പോലെ ഞങ്ങൾ എടുത്ു. വരേണ്ടി വരും. ഇവിടുത്തെ ഈ വീട്ടിലെ ഇനി 2 പേരെ മാറ്റിയിരുത്തിയ മറ്റു കലാകാരന്മാരൊക്കെ ആരാണ്? ബാക്കിയുള്ള ആൾക്കാരുടെ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ എന്താണ്? ചേച്ചിക്ക് കല. ചേച്ചിക്ക് കല. ഇവള് പാടും വരയ്ക്കും, എല്ലാരും വരയ്ക്കും, ആ നല്ലതായിട്ട് വരയ്ക്കും. ഇവള് പാടും നല്ലതായിട്ട്. മരിയക്കുട്ടി പാടും. മരിയക്കുട്ടി പാടുവോ? കുട്ടിയുടെ അമ്മ പാടും. അമ്മ പാടും. പാടും. ആണോ? ഓ ഡാൻസും വരാം. ഓക്കെ, നിക്ക് അത് നമുക്ക് അളിയനോട് ചോദിക്കാം. അളിയ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ചേച്ചിയുടെ പേരെന്തായിരുന്നു? കാവ്യ. ആ കാവ്യയുടെ കഴിവുകൾ എന്തൊക്കെയാണ്? പറയാതെ അങ്ങനെ ഒബ്സർവേഷൻ സ്കില്ലുള്ള ഒരു ഹസ്ബൻഡാണ്. ഇപ്പൊ കണ്ടോ? ആ ഫുഡ് അത്ര ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഫുഡൊക്കെ അതെ. കറക്റ്റ് വെഡിങ് ഡേറ്റ് എന്നായിരുന്നു നിങ്ങളുടെ? പണിപ്പാളി പോരട്ടെ. 2019. ആരാ താഴെ ഡബ് ചെയ്ത് കൊടുക്കുന്നത്? ഡബ് ചെയ്തിട്ടില്ല. 2019 മെയ്. ഇപ്പൊ ചേച്ചിയുടെ മറ്റേ പാട്ട് വരുന്ന മെയ് 9. മെയ് 9 കറക്റ്റ് ആണോ ചേച്ചി? ശരി, ചേച്ചിയുടെ ബർത്ത്ഡേ ഡേറ്റും കൂടെ. ബർത്ത്ഡേ മുടിയെല്ലാം മരയ്ക്കാൻ തുടങ്ങി. ബർത്ത്ഡേ കൊണ്ടോ? ഏപ്രിൽ 11. അല്ലേ? അതാരോ ഉണ്ടായെന്നു. ഓപ്ഷൻ എ. ചേച്ചി ഒരു 3 ക്ലൂ എങ്കിലും കൊടുക്ക്. അടുത്ത് വന്നു. 12. സോറി 12. ഓക്കെ, തിരിച്ചു പറഞ്ഞേ. ചേട്ടന്റെ ബർത്ത്ഡേ എന്നാ? പോരട്ടെ. ജൂലൈ 10. അല്ല എന്ത് മാസം തന്നെ മാറ്റി തോന്നുന്നു. ജൂലൈ. ഞാൻ ജനിച്ചിട്ടില്ല. അപ്പൊ ജൂൺ 10, 98. അതൊന്നും വേണ്ടായിരുന്നു ചേട്ടൻ മനസ്സിൽ. അതൊന്നും വേണ്ടായിരുന്നു. 88. അതൊക്കെ ഇവിടെ മമ്മീനോട് ചോദിക്കും. മമ്മി വെഡിങ് ഡേ എന്നായിരുന്നു? ഇപ്പൊ ജാനുവരി 21. ഒന്ന് പപ്പയ്ക്ക് അടിപൊളി. എന്റെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ഡേ സാധനം എന്റെ ദേഹത്ത് കയറി. പപ്പ പറ മമ്മിയുടെ അപ്പന്റെ ബർത്ത്ഡേ എന്നാണ് ചോദിക്കുക. സ്വന്തം ബർത്ത്ഡേ. അത് പറയാല, ഇതുവരെയായിട്ട് പറഞ്ഞു. മക്കളെ ഞാൻ ജനിച്ചിട്ടില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കല്യാണത്തിന് ഇപ്പൊ പെണ്ണ് കാണാൻ വന്ന ഒരു ദിവസമില്ലേ, അത് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. അന്ന് മമ്മിയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? നാണമൊക്കെ കാണിച്ചിട്ടാണോ വന്നത്? അതെ, ഒത്തിരി ലെങ്ത് ആയി പോകുന്നൊക്കെ. പറഞ്ഞോ. എടാ സപ്പോർട്ട് ചെയ്യടാ. എടാ ഓടാല്ല. ഓടും. ഓക്കെ. പോരട്ടെ. ആ തൊട്ട് ആ ആറ്റുതീരത്തായിട്ടാ ഈ വീടിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് കയറിപ്പോ ഞാൻ എന്തരാ കാണുന്നത്, ഇപ്പൊ ഈ ഡോറ് തുറന്ന് ഇവിടെ ഇറങ്ങി പോകുന്നു. അപ്പൊ ഞങ്ങള് ദൂരെ നിന്ന് തന്നെ കണ്ടു. ഈ ഇപ്പുറത്തേക്കുമ്പോ ഞങ്ങൾക്ക് കാണാം. അപ്പൊ എന്നോട് പറഞ്ഞിട്ട് അപ്പൊ അതായിരിക്കും പെണ്ണ്. അതായിരിക്കും അങ്ങനെ അവിടെ വെച്ചാണ് കാണുന്നത്. ബാക്കി ഇത്രയും മനസ്സിലായി. അതെ മമ്മി, പപ്പനെ കണ്ടപ്പോ എന്താ തോന്നിയത് മനസ്സിലാദ്യം? പെട്ടെന്ന് അതെ. ഇതിലും പിടിക്കണായിരുന്നു. ഓ എന്റെ ഒപ്പം തന്നെ കുഴപ്പം.
ഓക്കെ, അന്ന് കണ്ടപ്പോ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? അന്ന് പപ്പായും മമ്മിയും പറയുന്ന പോലല്ലേ ഉള്ളൂ. ആഹാ, സംസാരിച്ചായിരുന്നില്ല ആദ്യം? അപ്പൊ എങ്ങനെയാ സംസാരമൊക്കെ എങ്ങനെ മടി നാണൊന്നുമില്ലാതെ ഇല്ല നാണമൊന്നുമില്ല. അടിപൊളിയാണ്, ഉറപ്പിച്ചു? നിങ്ങളുടെ ആരുടെ കഴിവ് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നത്? ആ, അപ്പൊ ഇങ്ങനെ ഭയങ്കര ഹ്യൂമർ സെൻസ് ഒക്കെ ഉള്ള ആളാണോ? എന്തോ പറയാനുണ്ടെന്ന്? കൂടുതലായിട്ടും ഒത്തിരി കാര്യങ്ങൾ വീക്ഷിക്കും, അതൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല തമാശയാണ്. പക്ഷെ ഇവൻ അപ്പാടെ സെയിം ക്യാരക്ടറാണ് ഇവന്. ഓ, പെട്ടെന്ന് ഒന്ന് അപ്പ ഇങ്ങനെ ഇരിക്കും, കേൾക്കാത്ത പോലെ. അതൊക്കെ അവൻ അങ്ങനെ അതുപോലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇവരുടെ ടാലന്റ് കണ്ടുപിടിച്ചതാരാ? ഇവരുടെ ഈ ഒരു ടാലന്റ് കണ്ടുപിടിച്ചതാരാ? അപ്പ തന്നെ. എങ്ങനെ അപ്പ മനസ്സിലാക്കിയത്? അമ്മേ, അപ്പ പിന്നെ ആരാടാ? പിന്നെ ആരാ? പരിപാടിക്ക് പോയപ്പോ പരിപാടിക്ക് പോവാനുണ്ടായ കാരണം അല്ല, ഇത് വലിയ കഴിവൊന്നുമില്ല. അപ്പാണ് ആദ്യമേ ഇവർ ഓരോന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും പെട്ടെന്ന് പറയും. അഭിനയിക്കുന്ന അങ്ങനെ നമ്മൾ ഈ ഫീൽഡൊന്നും ഉള്ള വിചാരമല്ല. എന്നാലും ഇപ്പം ചെയ്യുമ്പോ നമുക്ക് ഇച്ചിരി ആസ്വദിക്കാൻ തോന്നും. അപ്പു അത് കോപ്പി ചെയ്താണേലും ചെയ്യാൻ നോക്കുന്നു. അപ്പൊ അപ്പായിക്ക് മനസ്സിലായി കാണും നമ്മളിതൊന്നും മൈൻഡ് ആക്കാറില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ അപ്പായ പറഞ്ഞത് കൊണ്ടുപോയിട്ട് വാ എന്ന് പറഞ്ഞത്. ഒരു രസമല്ലേ, പോയിട്ട് വാ. അതെ, ഇതല്ലാതെ വേറെന്തൊക്കെ ടാലന്റ് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളത്? ഇവരായിട്ട് പറയില്ലല്ലോ. നല്ലൊരു പാട്ട് പാടും. ഓടിയില്ലെങ്കിൽ കാളെ ഓടിയില്ലെങ്കിൽ ശരിക്കും പാട്ട് പാടും രണ്ടുപേരും? ആ കഴിവൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല. പപ്പ പാട്ട് പാടും? അപ്പം പാടും. അപ്പം പാടും. അപ്പൻ്റെ ഒരു പാട്ട് കേട്ടാലോ രണ്ടുപേരും? ഒരു പാട്ട് കേട്ടാലോ? അതെന്താ? എല്ലാം ഇത് നിങ്ങൾ ക്യാമറ ഒക്കെ ആയിട്ട് പോകുന്നത്. അത് കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇല്ലേ, നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും. പാടുവോ? മമ്മിക്ക് അറിയായിരിക്കും. മമ്മി ഏത് പാട്ടാ പപ്പ നന്നായിട്ട് പറഞ്ഞേ? ശരി, നമ്മളിപ്പോ പാട്ടിന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഇവരുടെ നമുക്ക് അച്ചാച്ചിന് വേണ്ടിയുള്ളൊരു പാട്ടില്ലായിരുന്നു? അതൊന്ന് കേൾക്കാം. അതൊന്ന് കേൾക്കാം. പ്രത്യേകിച്ച് അതിന്റെ ഒരു ടൂണൊക്കെ വെച്ചിട്ട് സെറ്റാണ്. ആ, മറിയക്കുട്ടി ആയിട്ട് പാടാന്ന് പറഞ്ഞു. തുടങ്ങിക്കോ. ഓക്കെ, ഒരു മൈക്കും കൂടെ കൊടുത്തേക്ക്. ഇത് പിടിച്ചോ. തുടങ്ങിക്കോ. പാടണോ? പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര വെറൈറ്റി ആണല്ലോ. നിന്റെയൊക്കെ ആഗ്രഹമല്ലേ നടക്കട്ടെ? ഓക്കെ, 3, 2, 1. അച്ചാച്ചൻ വന്നല്ലോ, പക്ഷേന്ന് വന്നല്ലോ, ഫോറും കൂടാ കൊണ്ട് തന്നല്ലോ. ഹാലലൂയ ഞെക്കുമ്പോ ചാടുമ്പോ ഉയരും, അച്ചാച്ചനൊന്നു ഞെക്കിക്കേ. റോട്ടി കൂടി ഞാൻ നടന്നു, കാറ്റടിച്ചു കൂടെ മടങ്ങി. കൂടെയെല്ലാം കീറി മഴയെല്ലാം പെയ്തു, കടത്തിണ്ണ കേറി ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഓ അച്ചാച്ചൻ വന്നല്ലോ, വർഷേന്ന് വന്നല്ലോ, ഫോറും കൂടാ കൊണ്ട് തന്നല്ലോ. ഹാലലൂയ ഞെക്കുമ്പോ ചാടുമ്പോ ഉയരും, അച്ചാച്ചനൊന്നു ഞെക്കിക്കേ. അച്ചാച്ചന്റെ മുഖം നോക്കിക്കേ. അതല്ല, ഇവിടെ പാട്ട് പാടുമ്പോ അവിടെ കിണ്ണൻ ഡാൻസർ എങ്ങനെയാണ് അവിടെ രണ്ടുപേര് ഗംഭീര ഡാൻസ് ആയിരുന്നു. അല്ല, അച്ചാച്ചൻ എന്തെങ്കിലും തോന്നിട്ടുണ്ട് ഇവർക്ക് വേണ്ടി ഇതുപോലെ വരിയൊക്കെ എഴുതി ഒരു പാട്ട് റെഡി ആക്കണോന്ന്? ഇതുവരെയും തോന്നിയിട്ടില്ല. നമുക്കത് അങ്ങനെ ഒരു പാട്ട് ഇറക്കണം അടുത്തത് ഇവർക്ക് എതിരായിട്ട്. ശ്രമിക്കണം. ഓക്കെ, ഇനി ചെറുപ്പം മുതൽ ഇപ്പൊ വളർന്നു വരുമ്പോ കുസൃതി ഏറ്റവും കൂടുതൽ കുസൃതി ആയിരുന്നു ഇവരുടെ കൂട്ടത്തില്? പറയാമോ? പറയൂ. ഞാനൊന്നും അല്ലെന്ന്. കുസൃതി എവിനായിരുന്നു. എന്താ അമ്മ എന്താ വിളിക്കുന്നത്? അപ്പു വെച്ചു. അത് തന്നെ മതി. അതന്നെ മതി. അപ്പു വെച്ചു. ആരാണ് അപ്പു?
അച്ചു ഓക്കെ ഓക്കെ അടിപൊളി. കുസൃതി ഇവിടെയായിരുന്നു. നിങ്ങൾ ഒരു മരത്തിൽ കയറിയ ഒരു കഥയൊക്കെ പറഞ്ഞില്ലേ? മരം വെട്ടി വെച്ചിട്ട് അതാ ആർക്കും അറിയത്തില്ല. ഞാനും ഈ മരവും ആ മരം പോയി വേറെ ആരും കണ്ടിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഒരു ബന്ധമായിരുന്നു. അച്ചു ഇല്ല, അപ്പവും മരവും മാത്രം. ചേച്ചി കെവിൻ ഇവനൊരു മരത്തിന്റെ കമ്പ് ഒടിച്ചിട്ടേക്ക് ഞാനത് പാതി ഒടിഞ്ഞിങ്ങനെ കിടക്കുക. അത് പറിച്ച് കളയാൻ വേണ്ടിട്ട് മണ്ടാ കയറിയതാ. ഇങ്ങനെ പിടിച്ച് ഒരു ചില്ലയെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് വീണില്ല. ആ ചില്ലയിലാണ് മൈക്കിരിക്കുന്നത്. ഒരു ചില്ലയെ പിടിച്ചിട്ട് ഇത് വലിക്കുമായിരുന്നു. പക്ഷെ ദൈവം ഇവൻ അതിനുള്ള ബുദ്ധി കൊടുക്കാത്തോണ്ട് 2 പിടിച്ച് ഒറ്റ വലിയ അവരെ കൊണ്ട് പറയിപ്പിച്ചത് അബദ്ധമായി പോയിന്ന്. ഇവിടെ സ്ഥലത്ത് പുറം പിടിച്ചു, തലയും പിടിച്ചു, തലയുടെ ഇവിടെ കണ്ട് പിടിച്ചു, ഇവിടെയും പിടിച്ചു. എന്നിട്ട് എനിക്ക് പേടി, അതായത് എന്തോ ദേഹം പോയൊന്നുമല്ല, അമ്മ അറിയല്ലോ. അമ്മ അറിഞ്ഞ 2 ചവിട്ടും കൂടെ തീർന്നു. അതുകൊണ്ട് അമ്മയടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ നല്ല വേദന ഉണ്ടായിരുന്നു. അന്നത്തെ രാത്രി മൊത്തം ഞാൻ കടിച്ചു പിടിച്ചു. പറഞ്ഞില്ല, ഇത് അമ്മ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇവന്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അമ്മ അറിഞ്ഞതേ ഇല്ല ഇതൊന്നും ഇല്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. ശരി, പോയാൽ കാര്യം വാവിട്ട് കരയായിരുന്നു. മരം കാണുമ്പോൾ കരച്ചില്ലായിരുന്നു. പേടിയായിരുന്നു. അമ്മ ഇവരുടെ കഥയിലെല്ലാം അമ്മ ഒരു ടെറർ ആവുന്നുണ്ട് ചില സമയത്തൊക്കെ. എന്താണ് സംഭവം സത്യത്തില്? സ്ട്രിക്റ്റ് ആണോ? പറ്റത്തില്ലല്ലോ, നിങ്ങൾ കാണുമ്പോൾ പാവം പിള്ളേരാ. ഇതിനകത്ത് എന്താ കാണിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. ആണോ? അകത്തേല് കയറി കഴിയുമ്പോ വേറെ ഇവിടെ വെച്ചേക്കത്തില്ല അമ്മ. അതെന്താ? ഇതിനകത്ത് എല്ലാം ഇട്ട് ഓടിക്കുക. അപ്പന്റെ കണ്ണാടി എടുത്തു, അത്ര ഇഷ്ടമില്ല. അങ്ങനെ ഓരോ സാധനം എടുത്തു ഇങ്ങനെ കാണിച്ചപ്പനായിട്ട് പേടിപ്പിക്കും. വിഷയത്തിനകത്ത് മോഹൻലാലാണെങ്കിൽ അമ്മ ഗീതാ പ്രഭുകാരൻ. വരുണാവണ്ട കേട്ടോ. ഇവര് സ്കൂളിൽ പോകുമ്പോഴേ, കുഞ്ഞിലെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അടിയും വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ മുറിവൊക്കെ ആയിട്ട് വന്ന് കയറുമോ? അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നല്ല പിള്ളേരാ, രാവിലെ പോകുന്ന പോലെ വരും. നല്ല പിള്ളേരാ, ഒരു വഴക്കൂലൊന്നുമില്ല. ഈ പുറത്തിറങ്ങിയ നല്ല പിള്ളേരാന്ന് പറഞ്ഞില്ല, അതിനൊരു എക്സാമ്പിൾ ഞങ്ങൾ കാണിച്ചു തരട്ടെ. അങ്ങോട്ട് കാണിച്ചു തരാം. എന്തിയേ, ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ ട്രെയിനിലാണ് വന്നത്. വരാൻ നേരത്ത് ഈ പറഞ്ഞ പോലെ സീറ്റൊന്നും ഇല്ലായിരുന്നു. അപ്പം അവളൊരു അമ്മുമ്മ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാ. ഞങ്ങളായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എവിടെ പോവാന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ വെറുതെ വിശേഷമൊക്കെ പറയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു എവിനും കെവിൻ്റെയും ഷൂട്ടിന് പോവാ. കൂടുതലൊന്നും പറഞ്ഞില്ല. അപ്പം തന്നെ അവർ റിയാക്ഷൻ ഒന്ന് കാണാമായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഞാൻ തിരിച്ചങ്ങോട്ട് അന്വേഷിച്ചിട്ടുണ്ട്. അമ്മ വളർത്തിയ ഈ അമ്മമ്മക്ക് ഭയങ്കര വിഷമമായ എന്താണെന്നറിയോ? നേരത്തെ അറിയത്തില്ലായിരുന്നല്ലോ, ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ പിള്ളേർ. അതന്നെ, ട്രെയിനിലായി പോയില്ലേന്ന് ഭയങ്കര സങ്കടമായിരുന്നു അവർക്ക്. നേരത്തെ അറിഞ്ഞിരിച്ചെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും മേടിച്ചു വാങ്ങി തന്നെ. എന്തായാലും ഞങ്ങൾ നമ്പർ മേടിച്ചിട്ടുണ്ട്, പോകുമ്പോ ഞങ്ങൾ മേടിച്ചോളാം. കൊറേ കാര്യങ്ങൾ പറഞ്ഞു. നന്നായിട്ട് പഠിക്കാൻ പറയണം. അല്ല, ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടിയല്ലേ, അതെ, ഞങ്ങൾ അത്രയും ത്യാഗം ചെയ്യാൻ പോകും നിങ്ങൾക്ക് വേണ്ടി. ആയിട്ടില്ലല്ലേ? അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നന്നായിട്ട് പഠിക്കാൻ പറയണം അവരുടെ അടുത്ത്. അയ്യോ, അത്ര ഞങ്ങൾ എടുത്ത് നിർത്തി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് പിന്നെ അവരോട് പറയണം നന്നായിട്ട് പഠിക്കും. എല്ലാം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. നല്ലത്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് മണ്ണ് തപ്പും. കുറേ ഇങ്ങനെ പറഞ്ഞു. ഇതിന് മാത്രം കോമഡി ഒക്കെ എനിക്ക് അതാ മനസ്സിലാവും. ഇത്രയും കണ്ടന്റുകൾ നിങ്ങളുടെ ലൈഫിൽ ആരെ കണ്ട നിങ്ങൾ പഠിക്കുന്നതൊക്കെ? ഈ ലൈവായിട്ട് ഇങ്ങനത്തെ സ്പോട്ടിൽ ഈ സാധനമൊക്കെ എവിടെ നിന്നാ കിട്ടുന്നത്? അതെങ്ങനെയാ പറയുന്നത്? ഇപ്പൊ ആരായാലും അവിടെ കേറി പോകുമ്പോ ആ ഫ്ലോറുമായിട്ടൊന്ന് പരിചയമായി കഴിയുമ്പോ ഇതൊക്കെ തന്നെ വരും. അല്ല, നമ്മൾ ഇതിന്റെ ഇടയിൽ ഒരാളെ മിസ് ചെയ്ത് മറിയക്കുട്ടീനെ കൊണ്ടൊന്നും പറയിപ്പിച്ചിട്ടില്ല. അയ്യോടാ, എന്താണ് കെവിനെ നിങ്ങൾ തന്നെ പറയിപ്പിക്കൂ. എന്താ വിളിക്കുന്നത്? നിങ്ങളെന്താ വിളിക്കുന്നത് മറിയക്കുട്ടി? നിങ്ങളെ എന്തൊരു പാവായിട്ടിരിക്കുന്നത്. ഓക്കെ, ഈ എടാ അച്ചുവിന്റെ എടാ അപ്പുവിന്റെയും പറയൂ. മറിയക്കുട്ടിയുടെ കഴിവുകളൊക്കെ പറ. മറിയക്കുട്ടി വരക്കില്ലേ? ഡാൻസ് കളിക്കും, വരയ്ക്കും. ഇതിനെന്തൊന്നും മിണ്ടാത്ത? ചേട്ടന്മാരുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ ടിവിയില്? ഇഷ്ടാണോ? ഏതാ ഏറ്റവും ഇഷ്ടമായ? ഏതാ?
അച്ചാച്ചന്റെ പാട്ട് പാടിയതാ? അല്ല അത് ചെയ്ത സ്കിറ്റ്. ഓ സന്തോഷം നോക്കി അച്ചാച്ചന്റെ പാട്ട് പാടിയതാ ഇഷ്ടമായെന്ന്. ട്രോൾ ചെയ്യാൻ നിനക്ക് ഇഷ്ടപ്പെട്ടോ? അവളെപ്പോഴും എടുത്ത് കാണുന്നത് അതാണ് ഏറ്റവും ഇഷ്ടമായത് വലിയ കുട്ടിക്ക്. ശരിക്കും നിങ്ങളിപ്പം ഇവര് കുരുത്തക്കേട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും ഭയങ്കര പ്രൗഡല്ലേ നിങ്ങൾ 4 പേരും? ഈ ഹോൾ ഫാമിലി ഇവരെ 2 പേരെയും വെച്ചിട്ട് ചേച്ചിയും കൂടെ മിസ്സാവില്ല. എന്താ ചേച്ചിയും കൂടെ ഉണ്ട്. ഒരു ചേച്ചിയും കൂടെ, ചേച്ചി എവിടെ ഉണ്ട് ഇപ്പൊ? ആ ഒരു അളിയനും കൂടെ ഉണ്ട്. ഒരു ചേച്ചിയും ഒരു അളിയനും പുറത്താണ്. നിങ്ങളെല്ലാവരും വോൾ ഫാമിലി ഭയങ്കര പ്രൗഡാണല്ലോ ഇവരെ കുറിച്ച്. പുറത്തൊക്കെ പോകുമ്പോൾ ഇപ്പൊ ആദ്യം ആൾക്കാരൊക്കെ ഒന്ന് സെൽഫി എടുക്കാനൊക്കെ വന്നപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ല ചേച്ചി എടുത്ത് ഇവരെ ഫോട്ടോ എടുക്കും. ഇവരുടെ സെൽഫി ഒക്കെ എടുക്കാൻ ആൾക്കാരൊക്കെ വരുമ്പോൾ ഫസ്റ്റ് പോകുമ്പോൾ തിരിച്ചറിയാനും ഫോട്ടോ എടുക്കാൻ ഇപ്പൊ ഭയങ്കര ഫാൻസാണ്. ഞാൻ ഈ വീഡിയോ ഒക്കെ കാണിച്ച പോലെ എല്ലാവർക്കും അറിയാം ഇവന്റെ ലീഗോ ആണെന്ന്. എന്തായിരുന്നു നിങ്ങളുടെ ഒരു ഫീലിംഗ്? ആദ്യം ഭയങ്കര സന്തോഷമായിരുന്നു ആദ്യമൊക്കെ. ഇപ്പം പിന്നെ അറിയാം അങ്ങനല്ല. ആദ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഇങ്ങനെ ഒരു കാര്യമേ. പെട്ടെന്ന് അറിഞ്ഞ് അടുത്ത് വരുന്നു. ഇതൊക്കെ നമ്മളല്ലാത്ത വേറെ ആൾക്കാരിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇവരുടെ അടുത്തത് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാതെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മളത് കണ്ട് നിന്ന് ആസ്വദിക്കും. ഇവരെ പിടിച്ചു നിർത്തി അവരോട് ആ സ്നേഹം പ്രകടിപ്പിക്കുന്നു. കെട്ടിപ്പിടിച്ചെടാ മക്കളെ എന്നുള്ള രീതിയിൽ അവരോട് എന്നുവെച്ചാൽ അവരുടെ സ്വന്തം വീട്ടിലെ പിള്ളേരെ പോലെയാണ് അവര് ആൾക്കാരെ ഇവരെ 2 പേരെ ട്രീറ്റ് ചെയ്യുന്നത്. പിടിച്ച് കെട്ടിപ്പിടിച്ചെടാ മക്കളെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര, അല്ലാതെ വലിയ സ്റ്റാർസ് അങ്ങനെ ഒരു ഇതിലല്ല കാണുന്നത്. സ്വന്തം വീട്ടിലെ പിള്ളേരെന്നുള്ള രീതിയിലാണ് കാണുന്നത്. അങ്ങനെയാ കാണുന്നത്. പിന്നെ ഞങ്ങളാണേലും എവിടെയെങ്കിലും ചെല്ലുമ്പോൾ എവിന്റെയും കെവിന്റെയും ആണ് അവിടുത്തെ ആണെന്ന് പറയുമ്പോ തന്നെ അയ്യോ അവരുടെ ആണോ എന്ന് പറഞ്ഞെടുത്താണ്. എന്തായാലും കൊള്ളാം, അടിപൊളി. പപ്പയ്ക്കും മമ്മിക്കാണ് കൂടുതൽ അതിനെ കുറിച്ച് പറയാനുണ്ടാവുക. അപ്പൊ മക്കള് ഈ ഒരു റേഞ്ചിലേക്ക് എത്തുമ്പോൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും നാട്ടിലേക്ക് ഇറങ്ങുമ്പോഴാണെങ്കിലും എന്താണ് അവരെ കുറിച്ചൊക്കെ ആൾക്കാർ പറയുന്നത്? ഈ ഹാളിൽ കയറി വരുമ്പോൾ തന്നെ ഫുൾ ഇവരുടെ ട്രോഫീസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് സന്തോഷമില്ല, ഞങ്ങളുടെ എല്ലാം പിറക്കി കളഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആദ്യമേ പറഞ്ഞായിരുന്നു. മെൻഷൻ ചെയ്തു ചേച്ചിമാരുടെ അത് മാറ്റി എന്നൊക്കെ പറഞ്ഞു. കളർ ഭംഗിയപ്പോ മമ്മി പറയൂ, എന്താണ് പുറത്തേക്ക് ഇറങ്ങുമ്പോ എന്താണ് ഇപ്പോ? ഒത്തിരി സന്തോഷമുണ്ട്. കാണുമ്പോ പുറത്ത് തന്നെ ഇറങ്ങണ്ട, ഇവിടെ നിന്നാ മതി. ആരെങ്കിലും പോകുന്ന ഉടനെ അവന്മാരുടെ വീടായത് അവന്മാരെന്ന് പറഞ്ഞ് വിളിക്കും. എന്തെങ്കിലും അടിപൊളി. എന്തായാലും ഇതുപോലെ എപ്പോഴും നല്ല ചെറുതായിട്ടൊന്ന് ഇമോഷണൽ ആയിക്കോളാം. ഇവരുടെ അമ്മയെ സഹായിക്കോ? കുക്കിങ്ങിലൊക്കെ സഹായിക്കോ? ഒരു പരിപാടിക്കുമില്ല. പരിപാടിയില്ല, ഒറ്റ കാര്യമില്ല. ഇവൻ പിന്നെയും ആരേലും ഓടി വന്ന് ഇച്ചിരി പാത്രമൊക്കെ ഒന്ന് എടുത്ത് വെക്കാനും ഒക്കെ പിന്നെയും ആ മുഖം ഒന്ന് സൂം ചെയ്തേക്ക്. മറ്റേ സ്ഥലം തരാൻ ഞാൻ ഇവരുന്ന് പൊക്കോട്ടെ. എന്തിനോ അവനെ അകത്തോട്ട് കൊണ്ടുപോയില്ലേ? ഞാൻ ചോദിച്ചു ഇന്ത്യ ദൈവം ഈ വീട്ടിലെ അല്ല, അവൻ എന്തിനാണോ കൊണ്ടുപോയത്? നീ എണ്ണീറ്റ് ചെല്ലടാന്ന് പറഞ്ഞ പറയാം. അവൻ എന്നാന്ന് വെച്ചാൽ കാണിക്കണം. ഒരു പൗഡർ ചോദിച്ചു, ഞാൻ നിനക്കറിയാവോ? ഇല്ല എനിക്കറിയത്തില്ല, അച്ചാത്തിന് എടുത്തു തന്നു. അതുപോലെ നിനക്കറിഞ്ഞ അങ്ങനെ. ഓക്കെ, അമ്മ പറ ശരിക്കും ഇവർ 2 പേരുടെയും ഏറ്റവും നല്ല ക്വാളിറ്റിയും പറ, അതുപോലെ തന്നെ 2 പേരുടെയും കുറച്ച് കുരുത്തക്കേടും എന്താന്ന് പറ. ഓരോരുത്തരായിട്ട് പറഞ്ഞു. ആദ്യമേ ഇവന്റെ ഇവൻ മനുഷ്യരുമായിട്ട് ഇടപെടാനും എല്ലാരോടും ചെറിയൊരു അനുസരണക്കേടുണ്ട്. അതെ, പ്രായത്തിൻ്റെതായിട്ട് ചെറുതായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നല്ല ആടത്താളുടെ അല്ല. ഞങ്ങള് ഫുഡ് കഴിക്കാനായി ഇരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ പറയും, നടക്കാൻ പോകുന്നത് എല്ലാം പറയും. പക്ഷെ അവൻ ഈ ലോകത്തെ അല്ല. അവൻ കുറച്ച് കഴിഞ്ഞ് എന്നോട് മാത്രം ഈ വീട്ടിലൊന്നും പറയത്തില്ല. ശ്രദ്ധിക്കുന്നില്ല, എനിക്കറിയാൻ മേല എന്നാന്നുള്ളത് ശ്രദ്ധിക്കത്തില്ല. എന്താ ചിന്ത? എന്താ ഇതിനും മാത്രം നീ എന്താ ചിന്തിക്കുന്നത്? എന്താണ് ഭാവി കാര്യങ്ങളാണോ? ചിന്തിച്ചിട്ടില്ല. നിനക്ക് ആരാവാൻ ആഗ്രഹം? മോനെ തപ്പി നടക്കുന്നത് എന്തിയായിരിക്കും അല്ലടാ? ആരാവാൻ ആഗ്രഹം? എന്താ അംബീഷൻ? എന്താ
എന്തോ പുറകിന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്റെ ചോദ്യങ്ങൾക്കെല്ലാം അച്ചാച്ചന്റെ വക ഒരു മറുപടി കിട്ടുന്നുണ്ട്, പക്ഷെ അത് വരുന്നില്ല. പറന്നു പോയത് ഇങ്ങനെ കണ്ടോണ്ട് പറഞ്ഞു. പറ, എന്റെ അംബീഷൻ എന്താ? അങ്ങനെ അംബീഷൻ ആയിട്ടില്ല, പക്ഷെ ഇപ്പൊ ചെറുതായിട്ട് സിനിമ മേഖലയില് ഫിലിം ഇൻഡസ്ട്രിയില് എന്തായാലും ഒരു ജോലി. ആക്ടിങ് ഇഷ്ടമാണോ? ആക്ടിങ് ഇഷ്ടമാണ്. ആക്ടിങ് ഇഷ്ടമാണ്. ഓക്കെ, എന്തായാലും ഒരു ജോലി ചെയ്യാൻ. ഓക്കെ, അടുത്താക്ക് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പ്ലാനിലേക്ക് വരുന്നുണ്ട്. പ്ലാനിങ്ങിലാണ്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും പരിപാടികളെല്ലാം അടിപൊളിയാവട്ടെ. അപ്പൊ ഈ വർഷത്തെ ക്രിസ്മസിന് എന്താണ് പ്ലാൻ ചെയ്തേക്കുന്നത്? പ്ലം കേക്ക് വാങ്ങിക്കണം. ഡിസംബർ 1-ാം തീയതി കഴിഞ്ഞില്ലേ? എന്റെ മോർണിംഗ് പോര്, വാ, കുഴപ്പമില്ല. ഡിസംബർ 1-ാം തീയതി ആകുമ്പോ എവിടുന്നേലും ഒക്കെ പ്ലം കേക്ക് കിട്ടുന്ന. ഇപ്പൊ ഇവിടെ ഉണ്ടോ? ഇല്ലല്ലേ? ഞങ്ങൾക്ക് അപ്പച്ചനുള്ളപ്പം എല്ലാവരും കേക്ക് കൊണ്ടുവരും, ഇഷ്ടംപോലെ കേക്ക്. പിന്നെ 28-ാം തീയതി ആകുമ്പോൾ അപ്പച്ചന്റെ ബർത്ത്ഡേ കൂടെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ. ഓ, അടിപൊളി. ഇവരെ ചെറുപ്പത്തിലെ ഒരു താരാട്ടൊക്കെ പാടി ഉറക്കാറില്ലേ? ഒരു എന്താ എല്ലാ കൊച്ചുങ്ങളും ഒരു പാട്ട് പാടുമ്പോഴായിരിക്കും ഉറങ്ങുന്നത്. ഞാനല്ല അതൊക്കെ ചെയ്തത്. ആരാ? ഇവിടെ ഒരു അമ്മയുണ്ടായി. ആണോ? പാട്ടൊന്നും വേണ്ട, നമ്മുടെ ഇങ്ങനെ ഈ സ്പ്രിങ് കെട്ടിയിട്ടുള്ള തൊട്ടിയുണ്ടല്ലോ, ആ, ഇത് ഇങ്ങനെ 2 കുത്തി വെച്ചാൽ മതി, അപ്പോഴും ഉറങ്ങും. ഇങ്ങനെ ആട്ടിയ ഉറങ്ങത്തില്ല. ഇങ്ങനെ 2 കുത്തുകുത്തിയ 2 കുത്ത് ഇങ്ങനെ വലിച്ച് ആ സ്പ്രിങ്ങിൽ കിടന്ന് ഇങ്ങനെ സ്പ്രിങ് പോലെ രണ്ടുപേരും. അടിപൊളി. കൊച്ചിനിരുത്തിയണ്ട കാര്യം പറയുമ്പോ. അല്ല, ഞാനേ ചേട്ടന്റെ ഫാമിലിയിലും ഒക്കെ ഇവരിങ്ങനെ കുറെ ട്രോളൊക്കെ ചെയ്യുന്നല്ലോ. ചേട്ടന്റെ ഫാമിലിയിലെ റെസ്പോൺസ് എങ്ങനെയാ? അവർക്കും സന്തോഷമാണ്, ഭയങ്കര തൃപ്തിയായിട്ടിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിത് വൈൻഡപ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് ആരാണ് ഇവിടെ രണ്ടുപേരും പാട്ട് പാടാൻ പോണേ? കാവ്യല്ലേ പാട്ടൊക്കെ പാടി? അതെ, ആ കഴിവ് ഒരു കുഴപ്പമില്ല. ഇത് കണ്ടോ പറഞ്ഞപ്പോ തന്നെ ചേച്ചി ചുമച്ചു. പാട്ട് പാടുന്ന എല്ലാരും ഇത് എല്ലാരും ഏറ്റുപിടിക്കാം. ഓക്കെ, അത് നമുക്ക് തുടങ്ങിക്കോ. കാവ്യം, പപ്പയും മമ്മിയും എല്ലാരും കൂടി. അളിയന് വേറെന്താ അളിയന്റെ കഴിവ് എന്തൊക്കെയാ? ആ, ചേച്ചിയുടെ കഴിവ് പറഞ്ഞു പാട്ട് പാടുന്നത്. ചേട്ടന്റെ കഴിവ് എന്താ? ചേട്ടന് വരയ്ക്കും. ആണോ? അടിപൊളിയായിട്ട് വരയ്ക്കും. അതാണ് പഠിച്ചത്. ഓക്കെ ഓക്കെ, അടിപൊളി. അടിപൊളി. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ക്രിസ്മസ് രാവണഞ്ഞ നേരം പുൽക്കൂട്ടിൽ പ്രഭാതമായി, ദൈവത്തിൻ സുതൻ പിറന്നു ലോകത്തിൻ പ്രതീക്ഷയായി. വാനിൽ വരവേൽപ്പിൻ ശുഭഗീതം ശാന്തിയേകി, പാരിൽ ഗുരുനാഥൻ മനതാരിൽ ജാതനായി. പൊൻപൈതലായി ഹോ ആത്മീയ ജീവൻ നൽകുന്നിതാ. ക്രിസ്മസ് രാവണഞ്ഞ നേരം പുൽക്കൂട്ടിൽ പ്രഭാതമായി, ദൈവത്തിൻ സുതൻ പിറന്നു ലോകത്തിൻ പ്രതീക്ഷയായി. ഓ, അപ്പൊ നമ്മുടെ ക്രിസ്മസ് ആഘോഷം ഇവിടുന്ന് നമ്മൾ. അതെ, ക്രിസ്മസ് നമ്മൾ ഇവിടെ തുടങ്ങുകയാണ്. കൊള്ളാം, അടിപൊളി. എന്തോ അങ്ങനെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പാടിയാണ്. അപ്പൊ എന്തായാലും അടിപൊളി. എന്തായാലും ഒരുപാട് സന്തോഷം. ആദ്യത്തെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവരെ രണ്ടുപേരെയും പറ്റിയിട്ട് ഇന്റർവ്യൂ കണ്ടിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ നല്ല റെസ്പോൺസ് പറഞ്ഞു. അപ്പോൾ ഈ ഇന്റർവ്യൂവും അതുപോലെ തന്നെ ആവട്ടെ, കുറെ കൂടെ നല്ല സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും വരാം ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ട്. അതെ, ഇത് കഴിയട്ടെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് ഏകദേശം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ജാങ്കോ സ്പേസിന്റെ ഒരു ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു.